നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ശതാബ്ദി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി ആഘോഷത്തിന് സമാപനമായി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശതാബ്ദി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100ാം വാർഷികാഘോഷങ്ങളുടെ സമാപനവുമാണ് നടന്നത്. സമ്മേളനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗമാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന നേട്ടമാണ് ഒരു സമൂഹത്തെ വളർത്തുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, കുറച്ച് ദിവസത്തേക്ക് മുടക്കം. ആദ്യത്തെ സെഷനിൽ ഞങ്ങളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. അതായത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് എത്ര സ്കൂളുകൾ അടച്ചുപൂട്ടി എന്നുള്ള ചോദ്യമാണ്. അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റുകളാണ്. അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന് മാത്രമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. എന്നാൽ അൺഒഫീഷ്യലായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ രാജ്യത്ത് 1 ലക്ഷത്തോളം സ്കൂളുകളാണ് അടച്ചുപൂട്ടി. 1 ലക്ഷത്തോളം സ്കൂളുകളാണ് അടച്ചുപൂട്ടി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു സ്കൂൾ പോലും അടച്ചുപൂട്ടാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത്. അത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം. കാരണം എന്താണ്? 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് തീരുമാനിച്ചു, ഒരു കുട്ടി മാത്രം വിശേഷിക്കുന്ന സ്കൂളാണെങ്കിലും അത് ലാഭനഷ്ടക്കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടാൻ പാടില്ല. കെ ബാബു MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം KG എൽദോ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിത ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S അമീർ ജാൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ സലീന BV, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആസിഫ് അലിയാർ, കൊല്ലങ്കോട് AEO സൗന്ദര്യ, ശ്രീപ്രിയ, പ്രിൻസിപ്പൽ B പ്രസാദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. നാടൻപാട്ട് ഗാനമേളയും അരങ്ങേറി. UTV ന്യൂസ്, പാലക്കാട്.